നമസ്കാരം. കേസ്മാർട്ടിൽ ലെയർ മാട്രിക്സ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. ഇഷ്ടംപോലെ പേര് എന്നോട് മെസ്സേജ് അയച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓരോരുത്തരുടെ ആയിട്ട് പറഞ്ഞ് ഞാൻ മടുത്തു. അത് കാരണം ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുകയാണ്. അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. ലെയർ മാട്രിക്സ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ കേസ്മാർട്ടിൻ്റെ സൈറ്റിൽ വരിക. വെബ്സൈറ്റിൽ വരുമ്പോഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് ബിൽഡിംഗ് പെർമിറ്റ് എന്ന് പറഞ്ഞൊരു പോർഷൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ലൈസൻസി യൂസർ മാനുവൽ കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. ബിൽഡിംഗ് പെർമിറ്റ്, ഇൻറ്റിമേഷൻ, അങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. അതിൽ ലൈസൻസി സർവീസിൽ ലൈസൻസി ലോഗിൻ ചെയ്യാനുള്ള സ്ഥലം, ലൈസൻസിൻ്റെ രജിസ്ട്രേഷനുള്ള പോർഷൻ, ലൈസൻസി ട്രെയിനിങ് വീഡിയോസ്, നമുക്ക് അവർ ആദ്യ കാലങ്ങളിൽ ചെയ്തിട്ടുള്ള ട്രെയിനിങ് വീഡിയോസ് ഇതിനകത്തുണ്ട്. നമുക്ക് റെഫറൻസിന് വേണ്ടി ഇതെടുത്ത് നോക്കാൻ പറ്റും. ചെറിയ അപ്ഡേഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ, മാറ്റങ്ങൾ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. പഴയ രീതിയിലുള്ള ആദ്യം കേസ്മാർട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴുള്ള ആദ്യത്തെ ലെയർ മാട്രിക്സ് പ്രകാരമുള്ള വീഡിയോസാണ് ഇവർ ചെയ്തേക്കുന്നത്. ചെറിയ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ലൈസൻസി യൂസർ മാനുവൽ എന്നൊരു പോർഷൻ ഉണ്ട്. നമ്മൾ ആ പോർഷൻ ക്ലിക്ക് ചെയ്യുക. ഈ പോർഷനിൽ ലെയർ മാട്രിക്സിൻ്റെ ഇപ്പോഴത്തെ ലെയർ മാട്രിക്സ് ഉണ്ടാവും. ആദ്യം നോക്കുമ്പോൾ ആദ്യം കിടക്കുന്നത് ലെയർ മാട്രിക്സ് SFR എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ എൻ്റെ ആണ് ഉള്ളത്. അതിൻ്റെ വെർഷൻ 2.1 ആണ്. 26/3/2025 ഇതിപ്പം അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ജനറൽ ലൈവ് കിടപ്പുണ്ട്. സാമ്പിൾ ഡ്രോയിങ് നമുക്ക് കിടപ്പുണ്ട്. സാമ്പിൾ ഡ്രോയിങ് സിംഗിൾ ഫാമിലിയുടെയും ഉണ്ട്, കൊമേഴ്സ്യൽ കം അപ്പാർട്ട്മെൻറ്റിൻ്റെയും സാമ്പിൾ DXF ഫയലും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഫറൻസിന് ഇവരിത് എങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അതുപോലെ അണ്ടർടേക്കിംഗ് ബൈ ദി ഓണർ. ഇത് നമുക്ക് ആവശ്യം വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഓണറിന്, ഒറിജിനൽ ഓണറിന് തന്നെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അയാൾക്ക് OTP കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അയാൾ ഓതറൈസ് ചെയ്ത മറ്റൊരു പേഴ്സണെ ആക്കുകയാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യുക, ഈ PDF ഡൗൺലോഡ് ചെയ്യുക, അതിൽ ഈ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് അവരെ ഒപ്പുവിട്ട് ഇതും കൂടെ നമ്മൾ ഓണറെ അസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. പ്രത്യേകം എല്ലാവരും ഒരു ശ്രദ്ധിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഈ അപ്ഡേഷൻസ് ഇവർ നൽകുന്നുണ്ട്. ജനുവരിയിലായിരുന്നു രണ്ടാമത്തെ അപ്ഡേഷൻ വന്നത്, മാർച്ചിലാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ വന്നത്. നമുക്ക് അപ്ഡേഷൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷനൊന്നും വരില്ല, നമ്മൾ വന്ന് നോക്കേണ്ടി വരും. ഇവിടെ നിന്ന് ആവശ്യമുള്ള ഫയലുകൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്.